ആലപ്പുഴ ആറാട്ടുപുഴയിൽ തെരുവുനായയുടെ കടിയേറ്റ് മരിച്ച വയോധികയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തകഴിയ രേഞ്ചിറ സ്വദേശിയായ കാർത്യായനിയാണ് ഇന്നലെ നായ കടിയേറ്റ് മരിച്ചത്. മകൻ പ്രകാശിന്റെ വീട്ടിലെത്തിയതായിരുന്നു കാർത്യായനി. തീരെ വയ്യാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇരിക്കുക, അങ്ങനൊരു ഇതല്ലല്ലോ. വീട്ടിലൊരു അമ്മ അങ്ങനെ നടക്കുന്ന 3-4 പട്ടി ഉണ്ടായിരുന്നു. അമ്മ അവിടെ താഴെ കിടക്കുകയായിരുന്നു. അമ്മയ്ക്ക് എനിക്കൊന്നും എനിക്ക് നോക്കാനോ ബോധം അങ്ങനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വരിയെടുത്ത് ആശുപത്രിയിൽ പോവുമായിരുന്നു. താടിയലിന് ഇവിടാണ് കടി കിട്ടിയിരിക്കുന്നത്. എനിക്കിത് ഒറ്റ നോട്ടം, ഞാൻ എൻ്റെ അമ്മയല്ലേ, എനിക്ക് എന്ത് പറയാൻ പറ്റും. ഈ നായ്ക്കൾ എങ്ങനെയാണ് അകത്തോട്ട് കയറുന്നത്? തേണ്ട നമ്മുടെ വേലി, നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട് മാത്രമല്ലേ ഉള്ളൂ. തേണ്ട സാർ, അവിടെ വേലിയുടെ സൈഡെല്ലാം സൈഡിൽ കൂടെ ഒക്കെയായി ഇത് കയറുന്നത്. പ്രദേശത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് എന്ന് നാട്ടുകാർ പറയുന്നു. തെരുവുനായ ശല്യം രൂക്ഷമല്ലാത്ത ഏത് സ്ഥലമാണ് ഉള്ളത് എന്ന് നോക്കേണ്ടി വരും. തെരുവുനായ നിയന്ത്രണം ശരിയായ നിലയിൽ നടക്കുന്നില്ല എന്ന് ഉത്തരം പറയേണ്ടത് സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണ്. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. പൊന്നുമോനെ എന്തുവായി പറയുന്നത്? ശല്യം ഞങ്ങൾക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറയുന്നില്ല. പുറത്ത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പട്ടിയുടെ ശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ ഞാൻ എപ്പോഴും ഒരു 1000 കല്ല് 100 പടിയുമായിട്ടാണ് നടക്കുന്നത്. കാരണം ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നീട് വാതക്കല്ലിരുന്ന് പാത്രം കഴുകുന്നവരെ കടിച്ചു തീരുന്നത് പിന്നെന്ത് പറയാനാ? അത്ര ശല്യം. നിങ്ങൾ ആ പടിയറോശം ഒന്ന് നോക്ക്, എത്ര പട്ടി അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ പടിഞ്ഞ ആ കല്ലിൽ കൂടി ഒന്ന് കയറി നോക്ക്. ഇഷ്ടം പോലെ പട്ടിയുടെ ബഹളമാണ് ഇവിടെ. ഒരു രീതിയിൽ നടക്കാനും പറ്റത്തില്ല, എങ്ങോട്ട് പോകാനും പറ്റത്തില്ല. നേരത്തെ ആരെങ്കിലും ഒക്കെ ആക്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. വണ്ടിക്കാര് ആളുകളൊക്കെ പറിച്ചിടുന്നുണ്ട്. ഒരുപാട് പട്ടി, ഭയങ്കര ശല്യമാണ് പട്ടിയുടെ. ഈ തെരുവുപട്ടിയുടെ ശല്യം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ രാത്രി 2 മണിക്കോ 3 മണിക്കൊക്കെ പണിക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇത് പരിപൂർണമായിട്ടും നമുക്ക് നടന്നു പോകാനൊക്കത്തില്ല. ഒന്നിലധികം ആളായിട്ട് വന്നാൽ ചിലപ്പോൾ രക്ഷപ്പെടാം, അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് പോകാനൊക്കത്തില്ല. കാരണം ഇവിടെ ഈ നീളത്തിന് തീരപ്രദേശത്ത് മൊത്തം നമ്മൾ ഈ അറക പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ ഈ 6-ാം വാർഡിലെന്ന് പറയുമ്പോൾ ശരിക്ക് ബുദ്ധിമുട്ട് തന്നെ. തൃക്കുന്നപ്പോഴുള്ളൊരു പയ്യനാണ് പണിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കടിച്ച് പിടിച്ചിട്ട് പട്ടിയെ കൊന്നതിന് ശേഷമാണ് വിരൽ എടുത്തത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, നമുക്ക് ആ പ്രദേശത്തേക്ക് പോയാൽ അവിടുത്തെ ആളുകളുടെ മനസ്സിലൊക്കെ എന്തൊരു ആഘാതമായിരിക്കും. തെരുവുനായ കടിയേറ്റ് ഒരു അമ്മ മരിക്കുക, ആ വീട്ടുകാരുടെ അവസ്ഥ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കുന്ന ഒന്നല്ലല്ലോ. ഇങ്ങനെ പലയിടങ്ങളിൽ നമ്മൾ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം നേരത്തെ തന്നെ അതിരൂക്ഷമായിരുന്നോ? തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് എന്ത് പ്രതികരണമാണ് ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടാകുന്നത്? രതീഷ്, ഇത് കടപ്പുറമാണ്, തീരമേഖലയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ നിന്ന് ഒരു 50 മീറ്റർ മാറിയാൽ കടലായി. ആ കടൽ തീരത്ത് ധാരാളം നായ്ക്കൾ എപ്പോഴുമുണ്ട്. നമ്മളിവിടെ വന്ന സമയത്തൊരു 10-20 നായ്ക്കൾ ഒന്നിച്ചിവിടെ നടക്കുന്നത് കാണാമായിരുന്നു. ഒരുപക്ഷെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നുമുണ്ടാകും. എന്തായാലും ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തെരുവുനായ ശല്യമുണ്ട്. ഇത് ആറാട്ടുപുഴയിൽ നിന്ന് കരുനാഗപ്പള്ളിക്ക് പോകുന്ന അത്യാവശ്യം തിരക്കുള്ളൊരു പാതയാണ്. കാരണം ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങൾ നമുക്ക് പോകുന്നത് കാണുകയും ചെയ്യാം. പലപ്പോഴും ഈ ബൈക്ക് യാത്രക്കാരടക്കം വീഴുന്ന രീതിയിലേക്ക് തെരുവുനായ്ക്കളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. ബൈക്കുകളുടെയും കാറുകളുടെയും ഒക്കെ പുറകെ നായ്ക്കൾ പോകാറുണ്ട്. പലരും ഈ സ്ഥലത്ത് വെച്ച് തന്നെ അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കടലിനോട് ചേർന്നാണ് കാർത്യായനി അമ്മയുടെ മകൻ്റെ വീട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. കാരണം എപ്പോഴും നായ്ക്കൾ വന്ന് ഒരുപക്ഷെ നായ്ക്കടെ കടി കിട്ടാം എന്നുള്ളൊരു ആശങ്ക, ഭീതിയൊക്കെ ഈ നാട്ടുകാർക്കുണ്ട്. പക്ഷേ ഇങ്ങനെ മരണം സംഭവിക്കുമെന്നുള്ളൊരു ഒരു ചിന്ത നാട്ടുകാർക്കുണ്ടായിരുന്നില്ല. ഈ വീട് അടച്ചിട്ടാണ് മകനും മരുമകളും പുറത്തേക്ക് പോയത്. ഈ ഗേറ്റ് അടച്ചിട്ടിട്ടാണ് പുറത്തേക്ക് പോയത്. പക്ഷേ ഈ ഗേറ്റിൻ്റെ ഇടയിലൂടെ നായ്ക്കൾക്ക് കയറാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്ന് മാത്രവുമല്ല, ചുറ്റും ഈ ഫ്രണ്ട് വശത്ത് മാത്രമേ ഉള്ളൂ മതിൽ, ചുറ്റും വേലിയാണ്. ആ വഴിയൊക്കെ നായ്ക്കൾക്ക് കയറാം. ഈ വീടിൻ്റെ മുൻവശത്തായിട്ട് ഒരു ചെറിയ താൽക്കാലികമായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കിയിരുന്നു. കാരണം മകനും മരുമകളുമൊക്കെ പുറത്തു പോകുമ്പോൾ അമ്മയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് ബന്ധുക്കൾ നൽകുന്ന വിശദീകരണം. അതായത് വീടിൻ്റെ ജസ്റ്റ് എതിർവശത്തായിട്ട് തന്നെ വീടിൽ നിന്നൊരു 10 അടിയോളം മാറിയാണ് ഇത്തരത്തിലുള്ളൊരു താൽക്കാലിക ഷെഡിലായിരുന്നു അമ്മ വിശ്രമിച്ചിരുന്നത്. ആ സമയത്താണ് നായ്ക്കളെത്തി അവരെ കടിച്ച് കീറിയത്. ഇവിടെ ഇപ്പോഴും ചോരപ്പാടുകൾ കാണാം. പക്ഷേ ഈ തൊട്ടപ്പുറത്ത് കടയും ഞാൻ ഈ പറഞ്ഞതുപോലെ റോഡും ഒക്കെ ഉണ്ട്. ഈ ബഹളം കേട്ടൊക്കെ നാട്ടുകാർ എത്താതിരുന്നു. ഒന്ന്, ഈ വീട്ടുകാർക്ക് അയലത്തെ വീടുകളൊക്കെ ആയിട്ടൊന്നും അധികം സഹകരണം ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, എപ്പോഴും നായ്ക്കളുടെ ബഹളമാണ് ഈ സ്ഥലത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നായ്ക്കൾ തമ്മിൽ കടിയിടുന്നതാകാം എന്നുള്ളതാണ് അയൽവാസികളൊക്കെ വിചാരിച്ചിരുന്നത്. മകനും മരുമകളും തിരിച്ചെത്തിയപ്പോഴാണ് ഈ ഭാഗത്തായിട്ട് 81 വയസ്സുള്ള
അമ്മ ചോര ഒലിച്ച് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ തന്നെയാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബ വീടായ തകഴിയിലായിരിക്കും സംസ്കാരം നടക്കുക. തദ്ദേശ സ്വയംഭരണവുമായി പഞ്ചായത്താണിത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചില്ല. നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഒപ്പം തന്നെ അവർക്ക് കടുത്ത അമർഷമുണ്ട്. പ്രത്യേകിച്ച് ഈ തീരമേഖലയാകുമ്പോൾ ആളുകളൊക്കെ ജോലിക്ക് പോകുന്നത് അർദ്ധരാത്രിയിലും പുലർച്ചെയും ഒക്കെയാണ്. അങ്ങനെ പോകുന്ന ആളുകൾക്കൊക്കെ വലിയ ആശങ്കയും ഭീതിയും ഒക്കെ ഉണ്ട്. പലപ്പോഴും ടൂ വീലറിലൊക്കെ പോകുമ്പോൾ, ഇരുചക്ര വാഹനത്തിലൊക്കെ പോകുമ്പോൾ ഈ നായ്ക്കളുടെ കടി ഏൽക്കാതെ അല്ലെങ്കിൽ നായ്ക്കൾ കുറുകെ ചാടുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഉണ്ടാകാതെ അവർ രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ടാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ വീട്ടിലും ഒരു നായ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ നായയൊക്കെ തെരുവ് നായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ നായ്ക്കളുടെ വലിയ രീതിയിലുള്ള കുര കേട്ടിട്ടും അയൽവാസികളും തൊട്ടടുത്തുള്ള കടക്കാരും ഒന്നും എത്താഞ്ഞത് എന്നുള്ളതാണ് പറയുന്നത്.